ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുതുമയാർന്ന മേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് തിരുവല്ല മുനിസിപ്പൽ മൈതാനം. അമ്യൂസ്മെൻറ്റ് പാർക്ക്, വാട്ടർ തീം പാർക്ക്, ഫ്ലവർ ഷോ, മെഗാ ഷോ, ഗെയിംസ്, സ്പോർട്സ്, കുതിരസവാരി, വിവിധ കലാരൂപങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തയാർന്ന കലാരൂപങ്ങളും സൃഷ്ടികളുമായിട്ട് 2024 പുഷ്പമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാനഘട്ട പൂർത്തീകരണത്തിലാണ്. ഈ പുഷ്പമേളയിലെ ഒരുക്കങ്ങളും പൂർത്തീകരണങ്ങളും ക്രമീകരണങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുവാൻ മറക്കുപോകരുത്. തൊട്ടപ്പുറത്തെ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ്, കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു. 2023 തിരുവല്ല പുഷ്പമേളയ്ക്ക് നേതൃത്വം നൽകി അറേഞ്ച് ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റായ ഗോഡ്വിൻ ബെഞ്ചമിൻ്റെ നേതൃത്വത്തിലുള്ള SR കണക്റ്റേഴ്സാണ് ഇത്തവണയും ഇവിടെ ഈ ഒരു പുഷ്പമേളയ്ക്ക് ഇവൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഒരുക്കങ്ങളൊക്കെ ഏകദേശ ക്രമീകരണങ്ങളെയൊക്കെ ഒരു 90% പൂർത്തീകരണത്തിലേക്ക് എത്തി എന്നാണ് ഇതിൻ്റെ മാനേജർ മിസ്റ്റർ ഗോഡ്വിൻ ബെഞ്ചമിൻ പറയുന്നത്. പഴയ എക്സിറ്റ് തന്നെ. ബജി ഇതിനകത്ത് ഈ വഴി കൂടെ കയറി വന്നിട്ട് ഇവിടെ ബജി വരും. ഇവിടെ ഓട്ടോമൊബൈൽ അതിനകത്ത് അത് ഈ കോർണർ ഇറങ്ങുന്ന ആ കോർണറിലേക്ക് വരും. ഇങ്ങനെ കയറി ഇവിടെ നിന്ന് ആ കോർണർ അവിടെ നിന്ന് ഇത് ഓട്ടോമൊബൈലിലോട്ട് കയറും. ഇത് ഡെഡ് വോൾ വരും. ഓട്ടോമൊബൈലിലോട്ട് കയറും. ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കോർട്ട്. അവിടെ ഇത് എക്സിറ്റ് ആയിട്ട് വരുമോ, അത് എൻട്രൻസ് ആയിട്ട് വരുമോ? ഇത് ഏറ്റവും ലാസ്റ്റ് ഫുഡ് കോർട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴി എൻട്രൻസ് ഇല്ല? എൻട്രൻസ് ഫ്രണ്ടിലാണ് വരുന്നത്. ഓക്കെ, ഇത് എക്സിറ്റ്. ഇത് എക്സിറ്റ് വരുന്നത് ആ സൈഡിലാണ്. ഓക്കെ, അപ്പോൾ ആര് കയറണമെങ്കിൽ അതുവഴി തന്നെ കയറണം. ഫ്രണ്ടിൽ കൂടെ കയറി ഇങ്ങനെ കണ്ട് ഷോ കാണുക. ഫ്ലവർ ഷോ കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ഫ്ലവേഴ്സ്, വെജിറ്റബിൾ കാവിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് AC സ്റ്റോളിലോട്ട് കയറും. AC സ്റ്റോൾ കഴിഞ്ഞ് നോൺ AC കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് കോർട്ടും ഓട്ടോമൊബൈലും കൂടിയാണ് വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് നേരെ സ്റ്റേജിലോട്ട് വരും. സ്റ്റേജ് കഴിഞ്ഞ് നേരെ അമ്യൂസ്മെൻറ്റ്. ഓക്കെ, അമ്യൂസ്മെൻറ്റ് കഴിഞ്ഞിട്ട് എക്സിറ്റിൻ്റെ അവിടെ നഴ്സറി. ഓക്കെ, ഇപ്പം പരിപാടികൾ എന്തൊക്കെയായി? മീൻസ് കഴിയാറായോ? എല്ലാം സെറ്റപ്പ്? ഏകദേശം എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് സന്ധ്യയോടുകൂടി എല്ലാം കഴിയും. ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവും. ഇപ്പം ഷോളുകാരെല്ലാം ഓൾമോസ്റ്റ് വന്ന് തുടങ്ങി. ഓൾ ദ ബെസ്റ്റ്. കൂടാതെ ഓരോ ദിവസവും വൈകുന്നേരം വിവിധ ഇനം കലാപരിപാടികൾ. 1-ാം ദിവസം നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും, 2-ാം ദിവസം സുമേഷ് കുട്ടിക്ക് നയിക്കുന്ന മ്യൂസിക്, 3-ാം ദിവസം കോമഡി ഷോ, 4-ാം ദിവസം സുമേഷ് അയരൂരിൻ്റെ ഗാനമേള, ഫാഷൻ ഷോ, മെഗാ ഗാനമേള, ബോഡി ഷോ, 8-ാം ദിവസം കോമഡി ഷോ, 9-ാം ദിവസം വീണ്ടും ഗാനമേള, 10-ാം ദിവസം കോമഡി ഷോ. അങ്ങനെ നിരവധി കലാസന്ധ്യകളാണ് ഇവിടെ ഈ ഒരു പുഷ്പമേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ ഒരു പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യുന്നത് കേരളത്തിലുടനീളം നിരവധി പ്രശസ്തമായ പുഷ്പമേളകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന കുമളിയിൽ നിന്നുള്ള മണ്ണാറത്തറയിൽ ഗാർഡൻസാണ്. എൻ്റെ പേര് ഷാജി. മണ്ണാറത്തറയിൽ ഗാർഡൻസാണ്, കുമളിയാണുള്ള. മണ്ണാറത്തറയിൽ നഴ്സറി നടത്തുന്ന ആളാണ്. പിന്നെ ഞങ്ങൾ കേരളത്തിലെ ഒട്ടുമിക്ക ഫ്ലവർ ഷോകളും ഞങ്ങളാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തിരുവനന്തപുരത്ത് നടന്ന ഫ്ലവർ ഷോ, അതുപോലെ കൊച്ചിൻ ഫ്ലവർ ഷോ, പിന്നെ നമ്മുടെ കോട്ടയം ഫ്ലവർ ഷോ, ഇപ്പം തിരുവല്ല, ഇനി അതുപോലെ വരാൻ പോകുന്ന തേക്കടി പുഷ്പമേള, ഇതൊക്കെ ഞങ്ങളാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 10,000 പരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് പിന്നെ ലക്ഷക്കണക്കിന് പൂക്കളുടെ ഒരു 200 പരം വെറൈറ്റി ചെടികളാണ് അറേഞ്ച്മെന്റ്. ചെടികൾ ഉൾപ്പെടെ നിങ്ങൾ കൊണ്ടുവരുക? ഈ ചെടികൾ ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം കണ്ടെയ്നർ ഫ്ലവർ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പോട്ടിൻ്റെ അകത്ത് പ്രത്യേക രീതിയിൽ ചെടികൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്താണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഡിസ്പ്ലേ ചെയ്തതിനും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏതൊരു കാലാവസ്ഥയ്ക്ക് ഇണങ്ങത്തക്ക രീതിയിലുള്ള ചെടികളാണ്. ഏകദേശം എത്ര ചെടികൾ വന്നിട്ടുണ്ട്, കണക്കുണ്ടോ? ഏകദേശം പിന്നെ 1,00,000 പരം ചെടികൾ, 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 1,00,000 പരം ചെടികളും ഒരു 200 പരം വെറൈറ്റി ഇനങ്ങളും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഒരു പുതുമയായിട്ട് വെജിറ്റബിൾസ്, ബ്രോക്കോളി ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, ക്യാബേജ്, ചൈനീസ് ക്യാബേജ് തുടങ്ങിയ വെജിറ്റബിൾസിൻ്റെ ഒരു പോർഷനും നമ്മൾ ഇതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും വ്യത്യസ്തമാർന്ന ഒരു പുഷ്പമേളയാണ് തീർച്ചയായും തിരുവല്ല പുഷ്പമേള. ഏകദേശം 1000 പരം സ്റ്റാളുകളാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. AC, നോൺ AC സ്റ്റാളുകളുണ്ട്, ഓട്ടോമൊബൈൽ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നിരവധി സ്റ്റാളുകൾ, നിരവധി ഗാർഡനുകൾ,
ഒത്തിരി നമുക്ക് വീട്ടിലേക്കും വേണ്ടുന്ന അതുപോലെ എല്ലാവർക്കും ഉപയോഗപ്രദമായ പല കാര്യങ്ങളും ലഭിക്കുന്ന നിരവധി സ്റ്റാളുകൾ അതിൻ്റെ പണി പൂർത്തീകരണത്തിലാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ തിരുവല്ല പുഷ്പമേളയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുവാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് വെളിയിൽ വളരെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മെഗാ ഷോ നടക്കുവാനുള്ള സ്റ്റേജ് ക്രമീകരണങ്ങൾ നടക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വാഹനങ്ങൾ പാർക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പുഷ്പമേള തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ഫോളോ ചെയ്തിട്ടില്ലാത്തവരോ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ഫോർ ട്രാവൽ. നൗ സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു.